Hello everyone, how are you all? Welcome to another video of English with Abish. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൂ ആൻഡ് ഹൂമിനെ കുറിച്ചാണ്. എവിടെയാണ് ഹൂ എന്ന WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കേണ്ടതെന്നും എവിടെയാണ് ഹൂം എന്ന WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കേണ്ടതെന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let's get started. My friends, look at the picture on your right. Do they seem familiar to you? Alright, we are gonna use this picture to understand who and whom today. So, ആ പിക്ചറിൽ നിന്ന് നമ്മൾക്ക് ഇതുപോലത്തെ ഒരു സെന്റൻസ് ഉണ്ടാക്കാം. ടോം ചേസ്ഡ് ജെറി അറൗണ്ട് ദി ഹൗസ്. ടോം ജെറിയെ വീടിന് ചുറ്റും ഓടിച്ചു. സോ ഇവിടെ ആരാണ് ഓടിച്ചതെന്നും ആരെയാണ് ഓടിച്ചതെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു സിനാരിയോ ഇമാജിൻ ചെയ്ത് നോക്കൂ മൈ ഫ്രണ്ട്സ്. ഡാഷ് ചേസ്ഡ് ജെറി അറൗണ്ട് ദി ഹൗസ്. ജെറി ചേസ് ചെയ്യപ്പെട്ടു, പക്ഷെ ആരാണ് ജെറിയെ ചേസ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ചോദ്യം മലയാളത്തിൽ? ആരാണ് ജെറിയെ വീടിന് ചുറ്റും ഓടിച്ചത്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്? ആരാണ് ആക്ഷൻ ചെയ്തതെന്ന്, ആരാണ് ജെറിയെ ചേസ് ചെയ്തതെന്ന് നമുക്കറിയണം. സബ്ജക്റ്റ് ആണ് നമുക്കിവിടെ അറിയേണ്ടത്. സോ സബ്ജക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത്. ഹൂ ചേസ്ഡ് ജെറി അറൗണ്ട് ദി ഹൗസ്. ആരാണ് ജെറിയെ വീടിന് ചുറ്റും ഓടിച്ചത്? സോ നമ്മൾക്ക് ആക്ഷൻ ചെയ്യുന്ന വ്യക്തിയെ ആണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. സോ നമ്മൾ ചോദിക്കുകയാണ് ഹൂ ചേസ്ഡ് ജെറി അറൗണ്ട് ദി ഹൗസ്. അപ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടും ടോം. ടോം ചേസ്ഡ് ജെറി അറൗണ്ട് ദി ഹൗസ്. ഇനി ഈ ഒരു സിനാരിയോ നോക്കൂ. ടോം ചേസ്ഡ് ഡാഷ് അറൗണ്ട് ദി ഹൗസ്. സോ നമുക്ക് ടോം ആണ് എന്ത് ആക്ഷൻ ചെയ്തതെന്ന് നമുക്കറിയാം, പക്ഷേ ആരെയാണ് ടോം ചേസ് ചെയ്തതെന്ന് നമ്മൾക്കിവിടെ അറിയില്ല. സോ നമ്മൾ അത് കണ്ടുപിടിക്കാൻ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. സോ നമ്മൾക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒബ്ജക്റ്റിനെയാണ്, ദ റിസീവർ ഓഫ് ദി ആക്ഷനെയാണ്. സോ ആരെയാണ് ടോം ചേസ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൂം. ഹൂം ഡിഡ് ടോം ചേസ് അറൗണ്ട് ദി ഹൗസ്? സോ ദ ആൻസർ വിൽ ബി ജെറി. ആരെയാണ് ടോം വീടിന് ചുറ്റും ഓടിച്ചത്? ഹൂം ഡിഡ് ടോം ചേസ് അറൗണ്ട് ദി ഹൗസ്. You got it? It was pretty simple, right? Let me repeat it once again. നമ്മൾക്ക് സബ്ജക്റ്റിനെയാണ് അറിയേണ്ടതെങ്കിൽ, ആരാണ് ആക്ഷൻ ചെയ്തത് എന്നറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൂ. ആരാണ് ജെറിയെ വീടിന് ചുറ്റും ഓടിച്ചത്? ഹൂ ചേസ്ഡ് ജെറി അറൗണ്ട് ദി ഹൗസ്. നമ്മൾക്ക് ആരെയാണ് ടോം ചേസ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ, നമ്മൾക്ക് ഒബ്ജക്റ്റ് ആണ് അറിയണമെങ്കിൽ, റിസീവർ ഓഫ് ദി ആക്ഷനെയാണ് നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കും ഹൂം ഡിഡ് ടോം chase around the house. Okay, it's pretty simple. And my dear friends, don't forget to subscribe, share, like and comment. Thank you. ഇതിൻ്റെ ഒരു elaborated long video വരുന്നുണ്ട് who, whom, whose എന്നൊക്കെ കുറിച്ചിട്ട്. So if you need that, just let us know. Thank you.